സുവർണ കഥകളിലേക്ക് സ്വാഗതം. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി. കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ലേബലൊട്ടിച്ച 2 വലിയ ഭരണി അച്ചാറുകൾ അലമാരയിലിരിക്കുന്നത് കണ്ടത്. "ഇതെവിടുന്നമ്മ?" എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, "മക്കളെ, അത് ആ രമണിത്തള്ള വിൽക്കാൻ കൊണ്ടുവന്നതാ. കഷ്ടമല്ലേ എന്നോർത്ത് ഞാൻ വാങ്ങി. നീ പൈസ വച്ചേക്കണേ." "ശരി, പക്ഷേ 2 എണ്ണം വാങ്ങണമായിരുന്നു അമ്മ. അതിനു വേണ്ടി ശമ്പളമുണ്ടോ എനിക്ക്?" എന്ന് ഞാനും. "വയസ്സായ തള്ളയല്ലേ, ഈ പിള്ളേരെയൊക്കെ കര കയറ്റണ്ടേ? പോട്ടെ, വിട്ടേക്ക്" എന്ന് അമ്മ. ഈ പറയുന്ന സ്ത്രീയുടെ മകൾ മരിച്ചുപോയതാണ്. മകളുടെ 2 പെൺകുട്ടികളും ഇവർക്കൊപ്പമാണ്. ആ സ്ത്രീയുടെ പേരിൽ എവിടെയോ 10-15 സെന്റ് വസ്തു ഉണ്ട്. അവർ ഏതോ വീട്ടിൽ പാചക ജോലിക്കും പോകുന്നുണ്ട്. കഷ്ടപ്പാടിന്റെ കാഠിന്യം. ഞാനന്ന് 4 ലക്ഷം രൂപ കടമുള്ള വ്യക്തിയാണ്. ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരെ ഓരോരോ വീടുകളിൽ നിർത്തിയൊക്കെയായിരുന്നു നടത്തിയിരുന്നത്. അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ആരുടെയെങ്കിലുമൊക്കെ ഹെൽപ്പ് കിട്ടി. കുട്ടികളെ വിവാഹം കഴിപ്പിക്കാൻ എന്ത് ചെയ്യും, ഒന്നിനും തികയില്ല, ആ വസ്തു വിൽക്കേണ്ടി വരും എന്നൊക്കെ നാട്ടിലെല്ലാവരും ഇടയ്ക്കിടെ പറയാറുമുണ്ട്. കുറെ നാളുകൾക്കു ശേഷം 2 കൊച്ചുമക്കളുടെയും കല്യാണം നടന്ന രീതി കണ്ടപ്പോഴാണ് നാട്ടുകാർ ഞെട്ടിയത്. 51 പവൻ സ്വർണം വീതം നൽകി, അത്യാവശ്യ പൈസയും നൽകി, നല്ല രീതിയിൽ നല്ല ചെക്കന്മാരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടു. കല്യാണശേഷം അവർ എങ്ങും കൈനീട്ടാതെ ജീവിക്കുന്നുമുണ്ട്. വസ്തു അതുപോലെ തന്നെ അവിടെയുണ്ട്. നാട്ടുകാർ അറിഞ്ഞവരൊക്കെ ഞെട്ടി. ചിലർക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ജനം സഹായിക്കും. അത് കഴിഞ്ഞ് അവർ സഹായം നൽകുന്നവരെക്കാൾ നല്ല അവസ്ഥയിൽ എത്തിയാലും ദാരിദ്ര്യ പ്രകടനം അവസാനിപ്പിക്കുകയില്ല. അതൊരു തന്ത്രമാണ്. ഇവരുടെ വിവാഹവിശേഷം കേട്ട് എൻ്റെ അമ്മ മൂക്കത്ത് വിരൽ വച്ചു പോയി. അന്ന് അച്ചാർ ഉപയോഗിക്കാത്ത ഞങ്ങൾ അത് ആർക്കോ കൊടുക്കുകയായിരുന്നു. അതിൻ്റെ ഒഴിഞ്ഞ ഭരണി ഏതെങ്കിലും വീട്ടിലിരുന്ന് ഞങ്ങളെ കൊഞ്ഞനം കുത്തുന്നുണ്ടാവും. പാത്രം അറിഞ്ഞ് ദാനം ചെയ്യുക എന്നല്ല, പാത്രത്തെ സമയമെടുത്ത് നന്നായി പഠിച്ചതിനു ശേഷം ദാനം ചെയ്യുക എന്ന് തിരുത്തണം. തന്ത്രശാലിക്ക് വിജയമുറപ്പാണ്. തന്ത്രമറിയാത്തവർ സൂക്ഷിക്കണം. അച്ചാർ പോലെ നമുക്കൊരിക്കലും ആവശ്യമില്ലാത്ത വസ്തുക്കളുടെ രൂപത്തിൽ തന്ത്രങ്ങൾ മുന്നിൽ വന്നേക്കാം. ഞാൻ പണ്ടെപ്പോലെയല്ല, വളരെ നന്നായിട്ടുണ്ട്. നോ പറയാൻ പഠിച്ചു കഴിഞ്ഞു.